മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമും അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വെറും 3 ദിവസം മാത്രമേ ആയുസുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൂഹ് ഞാൻ പിടിക്കുമെന്ന് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹോദരനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ദാവൂദ് നബി ആലോചിക്കുകയാണ്, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് 3 ദിവസം കൊണ്ട് പിടിക്കുമെന്ന് പറഞ്ഞതല്ലേ. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടേക്കൊന്നുമില്ലല്ലോ. ഏത് സമയമാണോ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഓർഡർ കിട്ടിയത്, ആ സമയത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമല്ലോ. പിന്നെന്താണ് 3 ദിവസമാണ് അദ്ദേഹത്തിന് ആയുസ് കൊടുത്തത്. ഇപ്പൊ ഒരുപാട് ദിവസമായിട്ടും ആ മനുഷ്യനെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഇതെന്തായാലും ഒന്ന് കണ്ടുമുട്ടുമ്പോൾ ചോദിക്കണം എന്നിരിക്കെ ഒരിക്കലതാ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദാവൂദ് നബി അലൈഹിസ്സലാം കാണുകയാണ്, കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം 3 ദിവസമാണ്, ഇനി 3 ദിവസം മാത്രമേ ജീവിക്കുമെന്ന് പറഞ്ഞില്ലയോ? അദ്ദേഹത്തിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. എന്തേ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമോടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കെല്ലാം ഒരു പാഠമായ ചരിത്രമാണ്, നമുക്കെല്ലാം പാഠമായ ഒരു വിഷയമാണ്, നമുക്ക് ഏറ്റവും ഈ കാലത്ത് അനുയോജ്യമായ ഒരു പാഠമായ വിഷയമാണ്. മഹാനായ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തെ ഞാൻ റൂഹ് പിടിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും തയ്യാറായി, അദ്ദേഹത്തിന്റെ റൂഹ് മാത്രം പിടിച്ചാൽ മതി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്, അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കണ്ട, ഒരു 20 വർഷം കൂടി അദ്ദേഹത്തിന് ജീവിക്കാനുള്ള അനുമതി അല്ലാഹു നൽകുകയാണ്. ആ കാര്യം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുകയാണ്, മഹാനായ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാമിന് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ റൂഹ് ഞാൻ പിടിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം പിണങ്ങി നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അവരുടെ ബന്ധം നിലനിർത്തി. അവരെന്താണ്? തമ്മാമിൽ പിണങ്ങി നിൽക്കുന്നവരാണ്, ഒരുപാട് കാലം പിണങ്ങി നിൽക്കുന്നവരാണ്. ആ സമയത്ത് ഞാൻ പോകുമ്പോൾ അവരുടെ പിണക്കം അദ്ദേഹം അങ്ങോട്ട് പോയി മാറ്റുകയാണ്. ആ പിണങ്ങി നിൽക്കുന്ന ആളുകളോട്, പിണങ്ങി നിൽക്കുന്നവനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹബന്ധം, അവരുടെ ബന്ധം പുലർത്തുകയാണ്. അങ്ങനെ രണ്ടുപേരും പിണങ്ങി നിൽക്കുന്ന രണ്ടുപേരാണ്. ആ പിണങ്ങി നിൽക്കുന്ന രണ്ടുപേര് ഇദ്ദേഹം ആദ്യം പോയിട്ട് സലാം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അല്ലാഹു 20 വർഷം ജീവിക്കാനുള്ള അനുമതി ഇനിയും കൊടുത്തു. നമ്മൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് വരുമോ? എങ്ങനെയാണോ അവനോട് മുട്ടുക എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും. നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും
ഇനി ഹോസ്പിറ്റലിൽ അവസാനത്തെ സ്റ്റേജിലാണെങ്കിലും പിണങ്ങി നിൽക്കുന്നയാളോടും നമ്മൾ ആ പിണക്കം തീർക്കാം എന്ന് കരുതിയാൽ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് ഞാൻ ഓനോട് മുണ്ടുക എന്നുള്ളതാണ്. 20 വർഷം ആയുസൊക്കെ നീട്ടിക്കിട്ടും, അതൊക്കെ ശരിയാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആയുസൊക്കെ നീട്ടിക്കിട്ടും, അതൊക്കെ ശരിയാണ്. എങ്ങനെയാണ് ഞാൻ അവരോട് മിണ്ടുക എന്നുള്ള ഒരു ചിന്തയാണ്. ഇങ്ങനെ അസൂയയും കിബറും ഉജ്ബുമെല്ലാം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് സമയവും നമ്മളെ റൂഹ് പിടിക്കാം. ഏത് സമയവും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെ റൂഹിനെ പിടിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിന് ആയുസ് വർദ്ധനവ് വേണോ? നമ്മൾ ഒരുപാട് കാലം ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ആരെങ്കിലും പണങ്ങി നിൽക്കുന്നുണ്ടോ? ആരോടെങ്കിലും പണങ്ങി നിൽക്കുന്നുണ്ടോ? അവരോട് നല്ല നിലയിൽ അങ്ങോട്ട് പോയി പണക്കം തീർത്തോ.